പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ ദിവസത്തിലേക്ക്, ഞായറാഴ്ച ദിവസത്തിലേക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. ആരാധനാക്രമ മത്സരത്തിൽ നമ്മൾ ഇന്നു മുതൽ പുതിയ ഒരു കാലം ആരംഭിക്കുന്നു. ഏലിയ, സ്ലീവ, മൂശക്കാലങ്ങൾ. കുരിശിൻ്റെ വിജയവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമാണ്, ആഗമനവുമാണ് ഈ കാലം പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ കാലത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സെപ്റ്റംബർ 14 തിരുസഭ ആഘോഷിക്കുന്ന കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. ലോകാവസാനം, മരണം, അന്ത്യവിധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വരുന്ന ആഴ്ചകളിൽ, ഈ കാലത്ത് പ്രത്യേക പ്രാർത്ഥനാ വിഷയമാക്കുകയും ചിന്തിക്കുകയും നമ്മുടെ ജീവിതാന്ത്യത്തെ മനസ്സിൽ മുന്നേ കണ്ടുകൊണ്ട് അതിന് ഒരുങ്ങത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രമീകരിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലുകളുടെ തിരുവചനങ്ങളിലൂടെ ഈ ആഴ്ചകൾ കടന്നു പോവുകയും ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 2 മുതൽ 13 വരെ വാക്യങ്ങൾ. ഏതാനും ചില പ്രായോഗിക ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. കാൽവരി മലയിൽ ഈശോ എന്ന നസ്രത്തുകാരൻ പിന്നീട് ക്രിസ്തു ആയി മാറുന്നതിൻ്റെ ഒരു മുന്നോടിയാണ് താബോർ മലയിലെ ഈ രൂപാന്തരമെന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം മനസ്സിലാക്കാം. ഈശോയുടെ ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണത്തെ തുടർന്ന് ഈശോ നേടാൻ പോകുന്ന മഹത്വത്തിൻ്റെ ഒരു പ്രാഭവം കാണിക്കുകയാണ് ഈശോ താബോർ മലയിലെ രൂപാന്തരീകരണത്തിൽ. അതോടൊപ്പം മനുഷ്യകുലത്തിനുള്ള സന്ദേശം, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യനും വരാനിരിക്കുന്ന സ്വർഗമഹിമയുടെ മുന്നാസ്വാദനവും അതിൻ്റെ മഹത്വവുമാണ് ഈശോ തൻ്റെ ഈ താബോർ മലയിലെ രൂപാന്തരീകരണത്തിലൂടെ കാണിക്കുന്നത്. ഈശോയുടെ രൂപത്തിന് വന്ന മാറ്റം അത് വലിയൊരു സ്വർഗപ്രഭയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കൂടെയുള്ള ശിഷ്യന്മാര് അത് വലിയൊരു സ്വർഗീയ അനുഭൂതിയായി തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നതിനെ നമ്മൾ ഈ തിരുവചന ഭാഗത്ത് കാണുന്നു. 1-2 പ്രായോഗിക ചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതത്തോട് ഈ സുവിശേഷ ഭാഗവുമായി ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കാണുന്നു, ഈശോ താബോർ മലയിലേക്ക് രൂപാന്തരീകരണത്തിന് പോകുമ്പോൾ ഈശോയുടെ ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോകുന്നു: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പിന്നീട് വരുന്ന സംഭവത്തിൽ നിന്ന്, ആ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമോ ഒരു ജോലിയോ ഒന്നും ചെയ്യിക്കാനല്ല, കിട്ടാനല്ല ഈശോ അവരെ കൊണ്ടുപോയത്. പിന്നെ എന്തിനാ ഈശോ ഈ 3 പേരെ ഈ വലിയ ഒരു സംഭവത്തിന് ദൃക്സാക്ഷികളാകാൻ കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ഈശോ തൻ്റെ ദിവ്യമായ ഒരു മുഖം വെളിപ്പെടുത്തുകയായിരുന്നു അവിടെ. സ്വർഗ മഹിമയുടെ ഒരു പ്രാധാന്യം ഈശോ നേരത്തെ തന്നെ ഒന്ന് അനുഭവിക്കുന്നതായിട്ടാണ് ആ പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായത്. ആ ശിഷ്യന്മാരെ ഈശോ അവിടേക്ക് കൊണ്ടുപോയത് എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കാനല്ല, മറിച്ച് ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയായിരുന്നു. മനുഷ്യകുലത്തിന് മുഴുവൻ കാണാൻ വേണ്ടിയാണ് ഈശോ 3 പേരെ തിരഞ്ഞെടുത്തു കൊണ്ടുപോയത്. അത് എല്ലാവരുടെയും, ലോകം മുഴുവൻ്റെയും മുമ്പിൽ വെച്ചല്ല ഈശോ ആ പ്രാഭവം കാണിച്ചത്, മറിച്ച് വളരെ ചുരുക്കം ചില ആളുകൾ ഉള്ളപ്പോൾ മാത്രം. 3 പേര്, ഈശോയുടെ ഹൃദയത്തോട് ഒരുപക്ഷെ ഏറ്റവും ചേർന്ന 3 പേര് ഉള്ളപ്പോൾ മാത്രം. ഈശോ പല സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. പ്രധാനപ്പെട്ട പല അവസരങ്ങളിലും വളരെ ചുരുക്കം ആളുകളുടെ മുമ്പിലാണ് തൻ്റെ ദൈവികത കാണിച്ചിട്ടുള്ളത്. ഈശോ അന്ത്യത്താഴം കഴിച്ചത് 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മാത്രമായിരുന്നാണ്. അതിന് വലിയ ആരവങ്ങളോ ആൾക്കൂട്ടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചാണ് ഈശോ സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന ലോകം മുഴുവനുമായി നൽകിയത്. മനുഷ്യകുലത്തിന് മുഴുവൻ മറിയത്തെ അമ്മയായി നൽകിയപ്പോൾ മനുഷ്യകുലത്തിൻ്റെ പ്രതിനിധിയായി, അല്ലെങ്കിൽ ഒരു പുരുഷാരത്തിൻ്റെ പ്രതിനിധിയായി യോഹന്നാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഈശോയുടെ വലിയ പ്രവർത്തനങ്ങളൊക്കെ ആൾക്കൂട്ടത്തെ കാണിക്കാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ആ കണ്ടവർ അതുകൊണ്ട് ജ്വലിക്കുകയും അവർ പിന്നീട് ആ ദിവ്യാഗ്നി മറ്റുള്ളവരിലേക്ക് പടർത്തുകയും ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഇന്ന് ദേവാലയത്തിൽ പോകുമ്പോൾ, ദേവാലയത്തിലായിരിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ കുർബാന, അത് ഒരുപക്ഷെ ഇപ്പോൾ അത് പങ്കെടുക്കുന്നത്, അത് കാണുന്നത്, അതിൽ പങ്കുചേരുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്.
ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായി ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ ഈശോ അത് അവതരിപ്പിക്കുകയല്ല. വളരെ കുറച്ചു പേരെ മാത്രം ഈശോ, നമ്മളെ മാത്രം ശ്രദ്ധാപൂർവം ഈ ദേവാലയത്തിലേക്ക് വിളിച്ച് ഈശോ നമ്മുടെ മുമ്പിൽ ആ മഹത്വം കാണിക്കുന്നു. നമ്മളാണ് അത് പിന്നീട് മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കേണ്ടത്. ഇത് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈശോയുടെ രൂപമാറ്റമല്ല, ഈശോയുടെ സത്താമാറ്റമാണ്. രൂപമാറ്റം ട്രാൻസ്ഫിഗുറേഷൻ ആണ്, ഫിഗറിൽ വരുന്ന മാറ്റമാണ്. വിശുദ്ധ കുർബാനയിൽ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സത്തയിൽ വരുന്ന മാറ്റമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാടവന എന്ന സ്ഥലത്ത്, കൊച്ചിക്കടുത്ത് മാടവന എന്ന സ്ഥലത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക്, ആഗ്ന എന്ന പേരുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് അടുത്തടുത്ത 3 വിശുദ്ധ കുർബാന സ്വീകരണ അവസരങ്ങളിൽ വിശുദ്ധ കുർബാന തിരുവോസ്തി ഒരു യഥാർത്ഥ ശരീരമായി മാറിയത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ നമ്മളെല്ലാം കേട്ടു. അതിനെക്കുറിച്ച് ആളുകൾ വളരെ അത്ഭുതത്തോടെ സംസാരിക്കുമ്പോൾ, ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ തിരുസഭ അതിന് കൊടുത്ത ഒരു ആദ്യഘട്ട വിശദീകരണം എങ്ങനെയാണ്? അത്ഭുതം സത്യത്തിൽ നടക്കുന്നത് ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലുമാണ്. ഇത് അടയാളമാണ്. ഒരുപക്ഷെ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവും ആളുകളുടെ മനസ്സിലെ പ്രാധാന്യവും ഒക്കെ കുറയുമ്പോൾ ആ പ്രാധാന്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു അടയാളമാണത്. യഥാർത്ഥ അത്ഭുതം ഓരോ വിശുദ്ധ കുർബാനയിൽ നടക്കുന്നുണ്ട്. അത് അപ്പത്തിൻ്റെ സത്ത മാറി വിശുദ്ധ കുർബാന എന്ന ഈശോയുടെ ശരീരമായി മാറുന്നു എന്നുള്ളതാണ്. നമ്മളും ഇന്ന് ഈ വലിയ ഓർമ്മ വിശുദ്ധ കുർബാനയുടേത് ആചരിക്കുമ്പോൾ നമ്മളും ഏറ്റവും വലിയ അത്ഭുതത്തിനാണ് ഈശോ ഇവിടെ നമ്മളെ സാക്ഷികളാക്കുന്നത്. അതിലാണ് നമ്മൾ പങ്കുചേരുന്നത്, അതാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ ഒരു ദൈവാനുഭവത്തിലൂടെ, സ്വർഗീയമായ കാര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും പത്രോസ് ഭൗമികമായ രീതിയിലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പത്രോസ് പറയുന്നു, നിനക്കിഷ്ടമാണെങ്കിൽ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, വീടുകളൊക്കെ കെട്ടി അവിടെ താമസിക്കുന്നതിനെ കുറിച്ച് പത്രോസ് പറയുന്നു. ഈശോ അതിനോട് ഒട്ടും ചേർന്ന ഒരു അഭിപ്രായമല്ല പറയുന്നത്. ഉടനെ തിരുവചനം പറയുന്നു, അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. ഒരുമിച്ച് കണ്ട ഈശോയും ഏലിയായും മോശയും അവരൊരുമിച്ചായിരുന്നു ആ ദർശനത്തിൽ. അവരെ 3 കുടിലുകൾ കെട്ടി 3 ഇടങ്ങളിലേക്ക് ആക്കാമെന്ന് പറയുമ്പോൾ സ്വർഗം അതിനെ തിരുത്തുന്നത് ഒരു മേഘം വന്ന് അവരെ ഒരുമിച്ച് ആവരണം ചെയ്തു. അവരെല്ലാം ഒരു കാര്യത്തിൻ്റെ ഉള്ളിലായി മാറി, ഒരു മേഘത്തിൻ്റെ ഉള്ളിലായി മാറി. അത് മേഘം എന്നുള്ളത് ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണെന്ന് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയെ ഉദ്ധരിച്ച് നമുക്കറിയാവുന്നതാണ്. ദൈവം നമ്മളെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണ്. ദൈവികമായ ഒരു മേഘം നമ്മളെ ആവരണം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തരം ഭൗമികമായ ചിന്തകളും വിഭാഗീയ ചിന്തകളും ഒക്കെ മാറും. അതിനാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കേണ്ടത്. ഈ സംഭവത്തിന്റെ സമാപനത്തോടടുക്കുമ്പോൾ ആ മേഘം വന്ന് ആവരണം ചെയ്ത് ശിഷ്യന്മാർ അതിൽ പേടിക്കുമ്പോൾ, പിന്നീട് മേഘം മാറിക്കഴിഞ്ഞവർ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ തിരുവചനം പറയുന്നു, അവർ ഈശോയെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. നമ്മൾ പങ്കെടുക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്ന ആളുകളിൽ, നമ്മൾ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈശോയെ അല്ലാതെ മറ്റൊന്നും അവിടെ കാണാതെ, മറ്റൊരർത്ഥത്തിൽ എല്ലാറ്റിലും ഈശോയെ മാത്രം കാണാനുള്ള വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ അനുഗ്രഹീത ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുന്ന ഞങ്ങളെ അത് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തിൽ ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാനും അങ്ങയെ മാത്രം എല്ലാറ്റിലും എല്ലാവരിലും കാണാനും ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.